ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദീപാസ് റെസിപ്പീസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു ലഡുവിൻ്റെ റെസിപ്പിയാണ്. വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ ഒരു എളുപ്പ വഴിയിലൂടെ എങ്ങനെ നമുക്ക് വീട്ടിൽ ലഡു തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ കടലമാവ് എടുത്തിട്ടുണ്ട്. 2 കപ്പ് അളവിൽ കടലമാവാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു അരിപ്പയിലൂടെ നന്നായിട്ടൊന്ന് അരിച്ചെടുത്തതാണ്. കട്ടകളൊന്നും ഉണ്ടാവാതിരിക്കാനാണ് അങ്ങനെ അരിച്ചെടുക്കുന്നത്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട്. അതിനുശേഷം കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇത് നമുക്കൊരു ദോശമാവിൻ്റെ പരുവത്തിൽ വേണം ബാറ്റർ തയ്യാറാക്കിയെടുക്കാൻ. അപ്പോൾ കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കുക. വെള്ളം മൊത്തം കൂടെ ഒരുമിച്ച് ഒഴിച്ചു കൊടുത്താൽ അത് കട്ട കെട്ടി പോകത്തേ ഉള്ളൂ. നമുക്ക് നന്നായിട്ട് ഇതേപോലെ മിക്സ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. ഇനി ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തത് ഇതിൽ കളറിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഫുഡ് കളർ ഉണ്ടെങ്കിൽ ഫുഡ് കളർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതേപോലെ നമുക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് വേണം ഈ ബാറ്റർ പ്രിപ്പയർ ചെയ്തെടുക്കാനായിട്ട്. സാധാരണ നമ്മൾ തയ്യാറാക്കുമ്പോൾ ബൂന്തിയൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടാണ് ലഡു തയ്യാറാക്കുന്നത്. അതായത് ചെറിയ ഓട്ടയുള്ള അരിപ്പയിൽ കൂടോ അല്ലെങ്കിൽ പാത്രത്തിൽ കൂടോ ഇങ്ങനെ എണ്ണയിലേക്ക് ഒഴിച്ച് ചെറിയ മണികളായിട്ട് വറുത്തെടുക്കും. അതിനെയാണ് ബൂന്തി എന്ന് പറയുന്നത്. അങ്ങനെയാണ് നമ്മൾ സാധാരണ ലഡു തയ്യാറാക്കുന്നത്. എന്നാൽ ഇപ്രാവശ്യം നമ്മൾ തയ്യാറാക്കുന്നത് അങ്ങനെയൊന്നുമല്ല. അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുള്ള മാവ് ഏകദേശം ഈ ഒരു പരുവത്തിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ്. 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എനിക്ക് ഏകദേശം ഇവിടെ ഒരു 1.5 കപ്പ് അളവിൽ വെള്ളം ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. ഓരോ കടലമാവിൻ്റെയും ബ്രാൻഡിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരും. അപ്പോൾ നിങ്ങൾ കുറേശ്ശെയായിട്ട് മാത്രം ഒഴിച്ചു കൊടുത്ത് ഇതേപോലെ തയ്യാറാക്കിയെടുക്കുക. ഇനി ചെയ്യേണ്ടത് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ആ എണ്ണയിലേക്ക് നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് ഒരു തവിയിൽ കോരിയിട്ട് ഇതേപോലെ ഒഴിച്ചു കൊടുക്കാം. കുഴിയുള്ള പാത്രം എടുക്കാതെ അല്പം പരന്ന പാത്രമാണെങ്കിൽ അതായിരിക്കും നല്ലത്. നമുക്കിതേപോലെ കുറച്ച് കൂടുതൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ വളരെ കട്ടിയിൽ ഒഴിച്ചു കൊടുക്കാതെ ഇച്ചിരി ചെറുതായിട്ട് ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. ഈ പാത്രത്തിൽ മൊത്തത്തിലാകുന്ന രീതിയിൽ നമുക്കിത് ഇതേപോലെ ഒഴിച്ചു കൊടുക്കാം. സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുഴിയുള്ള അല്ലെങ്കിൽ അരിപ്പയിലോ അങ്ങനെ കുഴിയുള്ള പാത്രങ്ങളിൽ ഇട്ടിട്ട് നമ്മൾ ബൂന്തി ഉണ്ടാക്കിയാണ് സാധാരണ ലഡു തയ്യാറാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒന്നും നമ്മൾ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. എളുപ്പത്തിൽ പെട്ടെന്ന് പരിപാടി തീർത്തെടുക്കാൻ പറ്റും. ഇതേപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് ഒരു സൈഡ് കുക്കായി കഴിയുമ്പം ഒന്ന് തിരിച്ചിടണം. അത്രയേ ഉള്ളൂ. കളറ് പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ ലഡുവിൻ്റെ കളറും മാറിപ്പോവും. അതായത് കടലമാവ് ഒരുപാട് മൂത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചുവന്ന കളർ വരും. ആ കളറ് വരേണ്ട ആവശ്യമില്ല. അതിപ്പോൾ നമ്മൾ ബൂന്തി വെച്ച് തയ്യാറാക്കുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഫ്ലെയിം കൂട്ടിയിടാതെ ഇരിക്കുക. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ. ഒരു സൈഡ് ഒന്ന് റെഡിയായെന്ന് തോന്നുമ്പം നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ച് ആ സൈഡും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതായത് ഇപ്പോൾ ഞാൻ ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കണം. വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതേപോലെ ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാനും പറ്റും. കാരണം എല്ലാം ഇങ്ങനെ ജോയിൻ്റ് ആയിട്ടിരിക്കുകയല്ലേ. അപ്പോൾ അത് ആ സൈഡും തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ സൈഡും ഒന്ന് കുക്കായി കഴിയുന്ന സമയത്തേക്ക് നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് വെക്കാം. ഇതേ രീതിയിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി നമ്മുടെ കയ്യിലുള്ള മാവില്ലേ അതും ഇതേപോലെ തന്നെ നമുക്കിതുപോലെ ഒന്ന് ആക്കിയെടുക്കാം. അപ്പോൾ ഞാനിനി കൂടുതൽ അത് കാണിക്കുന്നില്ല. ഇതേപോലെ രീതിയിൽ നിങ്ങൾക്ക് മാവ് ഒഴിച്ചിട്ടത് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ തീരുകയും ചെയ്യും. നമ്മൾ ബൂന്തി ഉണ്ടാക്കുന്ന പോലെ കുറേശ്ശെയായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കേണ്ട കാര്യമില്ല. പെട്ടെന്ന് തന്നെ നമുക്കിത് പരിപാടി കഴിയും. എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഒരുപാട് കോരി അങ്ങ് ഒഴിച്ചു കൊടുക്കരുത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ ശ്രദ്ധിക്കാനുള്ളത്. ഈ രീതിയിലാണ് നമ്മൾ ഓരോന്നും തയ്യാറാക്കിയെടുക്കുന്നത്. ഇനി ഇത് തയ്യാറാക്കി മാറ്റി വെച്ചതിന് ശേഷം അതിൻ്റെ ചൂട് ചെറുതായി പോയി കഴിയുമ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതിട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് മുറിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അരച്ചെടുക്കരുത്. പൾസ് മോഡിലിട്ട് ഒന്ന് പൾസ് ചെയ്തെടുക്കുക മാത്രമേ ചെയ്യാവൂ. അങ്ങനെ പൾസ് ചെയ്തെടുക്കുമ്പോൾ കണ്ടില്ലേ ഇതേ രീതിയിലാണ് നമുക്കിത് കിട്ടുന്നത്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ലഡു പ്രിപ്പയർ ചെയ്യുന്നത്. നമ്മൾ ബൂന്തി വെച്ച് തയ്യാറാക്കുവാണെങ്കിലും ബൂന്തി ഉണ്ടാക്കിയതിന് ശേഷം ഇതേപോലെ മിക്സിയുടെ ജാറിലിട്ട് അത് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കാറുണ്ട്. ഇപ്പോൾ ഇതാ നോക്കുക, കറക്റ്റ് അതേ കൺസിസ്റ്റൻസിയിൽ അതേ രീതിയിൽ തന്നെ നമുക്ക് റെഡിയായി വന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ടാണ് നമ്മളിനി ലഡു തയ്യാറാക്കുന്നത്. അപ്പോൾ അത് തയ്യാറാക്കാനായിട്ട് നമുക്കിനി പഞ്ചസാര പാനി വേണം. ഞാനിപ്പോൾ 1/2 കപ്പിൻ്റെ മെഷർമെൻറ്റാണ് എടുത്തിരിക്കുന്നത്. അതിൽ ഞാൻ 1.5 കപ്പ് അളവിൽ പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു പാനിലേക്ക്. ഇനി ഇതിലേക്ക് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു 3/4 കപ്പ് അളവിൽ വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കി ഇളക്കിയെടുക്കാം. ഇത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം.
അതേപോലെ തന്നെ ഹൈ ഫ്ലെയിമിൽ ഇടരുത്, ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം പഞ്ചസാര പാനി നമുക്ക് തയ്യാറാക്കാൻ. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കുറച്ച് ഏലക്കയുടെ പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ലഡു തയ്യാറാക്കുന്ന സമയത്ത് അതിന് നല്ലൊരു ഫ്ലേവർ കൂടി കിട്ടും. നല്ലതുപോലെ ഇളക്കി ഇനി പഞ്ചസാര എല്ലാം നന്നായിട്ട് തിളച്ച് വരണം. തിളച്ച് വന്ന് ശരിക്കും ഒരു നൂല് പരുവത്തിന് മുമ്പായിട്ടുള്ളൊരു പരുവം. നമ്മൾ പഞ്ചസാര പാനി തയ്യാറാക്കുന്നവർക്കറിയാം ഈ നൂൽ പരുവം എന്ന് പറയുന്നത് നമ്മൾ കയ്യിൽ ഇങ്ങനെ പിടിച്ച് നോക്കുകയാണെങ്കിൽ ഒരു നൂല് പോലെ വരും. ആ പരുവം വരുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മളിതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഈ പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഫ്ലെയിമിൽ തന്നെ ഇരുന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമുക്കിത് ചേർത്ത് കൊടുത്ത് അപ്പോൾ ഇത് നന്നായിട്ട് ചൂടായിട്ട് കിടക്കുകയാണ് പഞ്ചസാര പാനി. ഇപ്പം അതിൽ ഇത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ആ പാനിയിൽ കിടന്നിട്ട് തന്നെ ഇത് കുറച്ചൊന്ന് സോഫ്റ്റ് ആവും. അതോടൊപ്പം തന്നെ ഇതിൻ്റെ കൂടെ കിടന്ന് പാനി കുറച്ചൊന്ന് കട്ടിയാവുകയും ചെയ്യും. ഒരുപാട് അങ്ങ് ഡ്രൈ ആക്കി എടുക്കുകയും വേണ്ട. ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് ഇളകി ചെറിയൊരു മയം വേണം താനും. ഒരുപാട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഉണ്ട കെട്ടി, അതായത് ലഡു ഉരുളയാക്കി എടുക്കാൻ പറ്റത്തില്ല. ഈ ഒരു സമയത്ത് ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ നെയ്യ് കൂടി ചേർക്കുന്നുണ്ട്. നെയ്യ് കൂടി ചേർക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് സാധാരണ ചില ആളുകൾ ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ചേർക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ചേർക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇതിൽ നെയ്യിൽ വറുത്തിട്ട് അത് ചേർത്താലും മതിയാവും. അങ്ങനെ ചേർക്കുമ്പോഴും നെയ്യ് ഇതിലേക്ക് ചേരും. ഞാനിപ്പോൾ ഇതിൽ മുന്തിരിയോ അണ്ടിപ്പരിപ്പോ ഒന്നും തന്നെ ചേർക്കുന്നില്ല, പ്ലെയിനായിട്ടാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെ ചേർക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അത് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നമുക്ക് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കണം. ഇതിപ്പോൾ ചൂടാറിയതിന് ശേഷമാണ് ഞാനിത് ചെയ്യുന്നത്. വളരെ ചെറിയ ചൂട് മാത്രമേ ഇപ്പോൾ ഉള്ളൂ. ഇനി ഇത് നമുക്കിതേപോലെ ഇങ്ങനെ റോള് ചെയ്തിട്ട് ബോൾസ് ആക്കി എടുക്കാം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് എത്രത്തോളം വലിപ്പം വേണം അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ക്വാണ്ടിറ്റിയൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ്. എന്നിട്ട് ഇതേപോലെ രീതിയിൽ നമുക്ക് റൗണ്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ മുന്തിരിയോ അണ്ടിപ്പരിപ്പോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ സമയത്ത് അതിലേക്ക് ഏറ്റവും മുകളിൽ വെച്ചിട്ട് പ്രസ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കടയിലൊക്കെ മേടിക്കുമ്പോൾ മുന്തിരിയും അണ്ടിപ്പരിപ്പും ഒക്കെ ലഡുവിൻ്റെ മുകളിലിരിക്കത്തില്ലേ, ആ രീതിയിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. ഇതേ രീതിയിൽ ഞാനിപ്പോൾ ഇവിടെ ലഡു എല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളാണ്, നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഒരുപാട് നേരം അരിപ്പയോ കണ്ണാപ്പയോ ഒന്നും വെച്ചിട്ട് നമ്മൾ ബൂന്തി തയ്യാറാക്കി ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. സിമ്പിളായിട്ട് എല്ലാവർക്കും വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ലഡുവിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതെ ഇരിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇതിനു മുമ്പ് ഷെയർ ചെയ്തിട്ടുള്ള വീഡിയോസ് കാണുകയും തയ്യാറാക്കി നോക്കിയതിന് ശേഷം അതിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാനും മറക്കാതെ ഇരിക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് കാണാം. ബൈ.